മണൽക്കാറ്റിൽ ഉയർന്നു നിൽക്കുന്ന സ്വപ്ന നഗരം അതാണ് ദുബായ്. ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങളുടെയും സ്വർണവർണ്ണമുള്ള ആഡംബരത്തിന്റെയും ലോകം. പക്ഷേ ആ തിളക്കത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ആയിരക്കണക്കിന് പ്രവാസികളുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ഗന്ധമുണ്ട്. കേരളത്തിലെ ഒരു സാധാരണക്കാരന് അവന്റെ സ്വപ്നത്തിലേക്കുള്ള ഏകപാലമാണ് ഗൾഫ്. വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ധിക്കരിച്ചും അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും അവർ ആ ചുവന്ന മരുഭൂമിയിലേക്ക് വണ്ടി കയറും. ദുബായിലെ പൊള്ളുന്ന ചൂടിൽ ടയറുകൾ മാറ്റിയിട്ട ഒരു ട്രക്കിന്റെ ക്യാബിനിലിരിക്കുകയാണ് അരവിന്ദ്. നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ താടിയിലേക്ക് ഒലിച്ചിറങ്ങുന്നു. മുഷിഞ്ഞ ഷർട്ടും എണ്ണമയമുള്ള കൈകളും. വർഷം 3 കഴിഞ്ഞു. ദുബായിലെ മണൽക്കാറ്റിൽ ജീവിതം ഹോമിക്കാൻ തുടങ്ങിയിട്ട്. ഒരു സാധാരണ ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ് അരവിന്ദ്. 12-14 മണിക്കൂർ നീളുന്ന ഷിഫ്റ്റുകൾ, ചിലപ്പോൾ തുടർച്ചയായ ദിവസങ്ങളോളം റോഡിൽ തന്നെ. തണുത്ത വെള്ളം പോലും കുടിക്കാനില്ലാത്ത അവസ്ഥകളുണ്ട്. എന്താ അരവിന്ദ് ഇത്ര ആലോചന? സുഹൃത്തിന്റെ ചോദ്യം കേട്ടാണ് അരവിന്ദ് ചിന്തകളിൽ നിന്നുണർന്നത്. ഒന്നുമില്ല അഹമ്മദ്, ലീവ് അടുക്കാറായി. നാളെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. ഇനി 1 മാസം. പെട്ടെന്ന് നാട്ടിലെത്താൻ ഒരു വെപ്രാളം. അരവിന്ദിന്റെ കണ്ണുകളിലെ തിളക്കം കൂടി. അരവിന്ദ് തന്റെ ഫോൺ എടുത്ത് വാട്സാപ്പിൽ മീരയുടെ ഫോട്ടോ നോക്കി. മീര, അവന്റെ ഭാര്യ. കല്യാണം കഴിഞ്ഞ് 6 മാസമായപ്പോഴാണ് അരവിന്ദ് ദുബൈയിലേക്ക് തിരിച്ചത്. അന്ന് അവൾ ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഒരു നല്ല ജീവിതം, സ്വന്തമായ ഒരു വീട്, നാളത്തെ സുരക്ഷ, അതായിരുന്നു അവന്റെ സ്വപ്നം. ഈ മരുഭൂമിയിൽ അവനൊഴുക്കിയ ഓരോ തുള്ളി വിയർപ്പും, രാവും പകലും ഉറക്കമൊഴിഞ്ഞതും, തണുത്തുപോയ റൊട്ടിക്കഷ്ണം വിശപ്പോടെ കഴിച്ചതും അവൾക്ക് വേണ്ടിയായിരുന്നു. ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിന്റെ വലിയൊരു പങ്ക് അവൻ കൃത്യമായി നാട്ടിലേക്ക് അയച്ചു. മീരയുടെ വീട്ടുകാർക്ക് അരവിന്ദിനെ ഇഷ്ടമായിരുന്നില്ല. അവൻ ഒരു സാധാരണ പയ്യൻ, വലിയ വിദ്യാഭ്യാസമില്ല, സ്ഥിരമായ വരുമാനമില്ല. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ അവന് കഴിയില്ല എന്നതായിരുന്നു അവരുടെ വാദം. എനിക്കറിയാം മീര, നല്ലൊരു വീടോ ബാങ്ക് ബാലൻസോ എനിക്കില്ല. പക്ഷേ എന്റെ ജീവൻ തന്ന് ഞാൻ നിന്നെ നോക്കും. ഈ സ്നേഹം മാത്രം മതി നമുക്ക് ജീവിക്കാൻ. അരവിന്ദ് മീരയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എനിക്കും വേറെ ഒന്നും വേണ്ട അരവിന്ദേട്ടാ. നമ്മൾ ഒന്നിച്ചിരിക്കണം, അത്രമാത്രം. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് അവർ താലികെട്ടി. ഒരു കൊച്ചു കൂരയിൽ ജീവിതം തുടങ്ങി. 1 വർഷം ആ സ്നേഹത്തിൽ അവർ മുഴുകി ജീവിച്ചു. ഒരു ദിവസം വൈകുന്നേരം വിദേശത്തേക്കുള്ള വിസയും ടിക്കറ്റുമായാണ് അരവിന്ദ് വീട്ടിലെത്തിയത്. മീര, നമ്മുടെ സ്വപ്നങ്ങൾ സത്യമാകാൻ പോകുന്നു. അടുത്ത ലീവിന് വരുമ്പോൾ ഒരു നല്ല വീടിന് തറക്കല്ലിടണം. അരവിന്ദ് അവളെ ചേർത്ത് പിടിച്ചു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? വേണ്ട അരവിന്ദേട്ടാ, കുറഞ്ഞ കാശാണെങ്കിലും നമുക്കിവിടെ ജീവിക്കാം. ഞാൻ നിന്നോട് ചെയ്ത വാക്ക് പാലിക്കണം മീര. ഇത് നമുക്ക് മാറി പുതിയ വീട് പണിയണ്ടേ? അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അരവിന്ദ് ദുബായ് എന്ന മഹാനഗരത്തിൽ വന്നെത്തി. വിരഹത്തിന്റെയും വിയർപ്പിന്റെയും 3 വർഷങ്ങൾ. അരവിന്ദിന്റെ ജീവിതം ദുബായിലെ റോഡുകളിലായി. ട്രക്കിന്റെ ക്യാബിൻ അവന്റെ കിടപ്പറയും അടുക്കളയുമായി. രാത്രി 2 മണിക്ക് എണീറ്റ് ലോഡ് കയറ്റി 12 മണിക്കൂർ ഡ്രൈവ്, 50 ഡിഗ്രി സെൽഷ്യസ് ചൂട്. അവന്റെ ലക്ഷ്യം ഒന്ന് മാത്രം, മീര. ദിവസവും അവർ വീഡിയോ കോൾ ചെയ്യും. അരവിന്ദേട്ടാ, സൂക്ഷിക്കണേ, ടൈമിന് ആഹാരം കഴിക്കണേ, മീര സ്നേഹത്തോടെ പറയും. നീ പേടിക്കേണ്ട മീര, ഞാൻ നിനക്ക് വേണ്ടി കൂടി കഷ്ടപ്പെടുകയാണ്. ഞാൻ അയക്കുന്ന കാശ് നീ സേഫായി വെക്കണം. ഞാൻ തിരിച്ചു വരും. നമ്മൾ ഒരുമിച്ച് ജീവിക്കും, അരവിന്ദ് ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ കാലം പോകെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അരവിന്ദ് ദുബൈയിലെ റോഡിലൂടെ ട്രക്ക് ഓടിക്കുകയാണ്. രാത്രിയുടെ ഏകാന്തതയിൽ മരുഭൂമിയിലെ തണുപ്പും ട്രക്കിന്റെ എഞ്ചിൻ ശബ്ദവും മാത്രം അവന് കൂട്ടായി. ഡാഷ്ബോർഡിൽ മീരയുടെ ചെറിയൊരു ഫോട്ടോ അവൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തീർന്നിട്ട് വേണം നാളത്തെ കോൾ ടൈമിൽ അവളെ ഒന്ന് വിളിക്കാൻ. ഇവിടെ ഓരോ കിലോമീറ്റർ ഓടുമ്പോഴും നാട്ടിലെ നമ്മുടെ വീടിനോട് ഞാൻ അടുക്കുകയാണെന്ന് തോന്നും മീര. മീരയുടെ ഫോട്ടോ നോക്കി അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു.
അവൻ ഫോൺ എടുത്ത് മീരയ്ക്കൊരു മെസ്സേജ് അയച്ചു. മീര, ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഈ മാസത്തെ ക്യാഷും ബോണസും ഇട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം മീരയുടെ മറുപടി വന്നു. കിട്ടിയേട്ടാ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനും ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ ഇവിടെ. എനിക്കിവിടെ അടുത്തുള്ള ടൗണിൽ പോയി ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. കുറച്ച് ചെലവ് വരും, പക്ഷെ അത് നമുക്ക് പിന്നീട് ഉപകാരമാകും. നീ എന്ത് വേണമെങ്കിലും പോയി പഠിച്ചോ. നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത്? കോഴ്സ് ഫീസ് ഞാനിപ്പോ അയച്ചതിൽ നിന്ന് എടുക്കണ്ട. ഞാൻ അടുത്ത മാസം നിനക്ക് കുറച്ചുകൂടി കൂടുതൽ പൈസ അയക്കാം. നീ പേടിക്കണ്ട. നീ നിനക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ. എന്റെ മീര മിടുക്കിയല്ലേ. അരവിന്ദ് ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന മീരയ്ക്ക് ഈ കോഴ്സ് ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മാറ്റമായിരുന്നു. അറ്റുപോയ സൗഹൃദങ്ങൾക്ക് അകലം കുറഞ്ഞു. മീരയ്ക്ക് പുതിയ സുഹൃത്തുക്കൾ ഉണ്ടായി. അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും വരെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആദ്യം മീരയുടെ കോളുകൾ കുറഞ്ഞു. പിന്നെ വീഡിയോ കോളുകൾ എടുക്കാതെയായി. മീര, നീ എന്താ വീഡിയോ കോൾ എടുക്കാത്തത്? നിന്റെ മുഖമൊന്ന് കാണാൻ എനിക്ക് എന്തൊരാഗ്രഹമാണെന്നോ. ഫോണിന് എന്തോ പ്രശ്നമുണ്ടേട്ടാ. ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അരവിന്ദ് അത് വിശ്വസിച്ചു. അവൻ കാശ് കൊടുത്ത് ഒരു പുതിയ ഫോൺ മീരയ്ക്ക് വാങ്ങി അയച്ചു. എന്നിട്ടും വീഡിയോ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത് നിന്നു. ഞാൻ നിനക്ക് പുതിയ ഫോൺ അയച്ചല്ലോ മീര. ഇപ്പോഴും എന്താ വീഡിയോ കോൾ എടുക്കാത്തത്? ഞാൻ തിരക്കിലായേട്ടാ. മീര അത് പറഞ്ഞപ്പോൾ അവന്റെ നീരസമെല്ലാം മാഞ്ഞുപോയി. പതിവായി അരവിന്ദ് വിളിക്കുമ്പോൾ സംസാരത്തിന് ദൈർഘ്യം കുറഞ്ഞു വന്നു. മീര, നിനക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഏട്ടാ. ഞാനിപ്പോൾ കൂട്ടുകാരുടെ കൂടെയാണ്. ഞാൻ പിന്നെ വിളിക്കാം. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അരവിന്ദ് മൊബൈലിലേക്ക് നോക്കി നിന്നു. കൂട്ടുകാർ? ഇത്രയും പെട്ടെന്ന് ഇത്ര കൂട്ടുകാർ? പിന്നീടുള്ള ദിവസങ്ങളിൽ അരവിന്ദ് വിളിക്കുമ്പോൾ അവൾ തിരക്കിലായിരിക്കും. അല്ലെങ്കിൽ രാത്രി വൈകി മാത്രം തിരിച്ചു വിളിക്കും. ഒരു ദിവസം അരവിന്ദ് ഡെലിവറി കഴിഞ്ഞ് ക്ഷീണിതനായി ലേബർ ക്യാമ്പിലെത്തി. ഉടൻ തന്നെ വീഡിയോ കോൾ ചെയ്തു. ഹലോ ഏട്ടാ, എന്തിനാ ഇപ്പോ വീഡിയോ കോൾ ചെയ്യുന്നത്? ഞാൻ ഇവിടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയതാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്ര നേരം ഫ്രണ്ട്സിന്റെ കൂടെയോ? അതെന്താ മീര നീ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്? നിന്റെ കൂടെ ആരൊക്കെയാ ഉള്ളത്? ആരുമില്ല ഏട്ടാ. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാണ്. എന്താ, ഏട്ടൻ എന്നെ സംശയമാണോ? മീര, എന്റെ മുഖം നീ കണ്ടോ? ഈ ചൂടിൽ ഞാൻ ഉറക്കമൊഴിയുന്നത് നിനക്ക് വേണ്ടി കൂടിയാണ്. നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. നീ എന്തിനായി എന്നെ ഒളിപ്പിക്കുന്നത്? ആ ചോദ്യം ചെയ്യൽ മീരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടമല്ലേട്ടാ. ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനാണെങ്കിൽ ഏട്ടൻ എന്നെ വിളിക്കണമെന്നില്ല. അതും പറഞ്ഞ് മീര ഫോൺ കട്ട് ചെയ്തു. അരവിന്ദ് മൊബൈലിലേക്ക് നോക്കിയിരുന്നു. അവന്റെ മുഖം വിയർപ്പിലും കണ്ണീരിലും കുതിർന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സ്, കൂട്ടുകാർ, തിരക്ക്, ഈ വാക്കുകൾ അവനെ വല്ലാതെ അലട്ടി. അടുത്ത 3 മാസങ്ങൾ അരവിന്ദിന്റെ കോൾ എടുക്കാത്ത ദിവസങ്ങൾ കൂടി. വിളിക്കുമ്പോൾ സംസാരത്തിൽ താല്പര്യമില്ല. ഒരു ദിവസം അക്കൗണ്ടിൽ നിന്നും വലിയൊരു തുക വിഡ്രോ ചെയ്തതിന്റെ മെസ്സേജ് അരവിന്ദിന് വന്നിരുന്നു. നമ്മുടെ സേവിങ്സ് ബാങ്കിൽ നിന്നും നീ വലിയൊരു തുക പിൻവലിച്ചതായി എനിക്ക് മെസ്സേജ് വന്നു മീര. എന്തിനാണ് നീ അതെടുത്തത്? ഞാൻ ബ്യൂട്ടി പാർലർ ഇടാനുള്ള ചില ആവശ്യങ്ങൾക്കായി എടുത്തതാണ്. നിങ്ങൾ വെറുതെ പേടിക്കേണ്ട മീര. ഞാൻ ഈ വെയിലത്ത് എല്ലുമുറിയെ പണിയെടുത്ത കാശാണത്. നമുക്ക് പുതിയ വീട് വെക്കണ്ടേ? എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ പോലും എക്സ്ട്രാ വർക്ക് എടുക്കുന്നത് നിനക്കും നമ്മുടെ വീടിനും വേണ്ടിയാണ്. എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ഒരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. നീ എന്താ മീര എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവിടെ നിന്നും മീരയുടെ പ്രതികരണം വളരെ തണുപ്പനായിരുന്നു. നിങ്ങൾക്ക് എന്റെ കാര്യത്തെ സംശയമാണെങ്കിൽ നിങ്ങൾ ഇനി എന്നെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതും പറഞ്ഞ് മീര ഫോൺ കട്ട് ചെയ്തു. അരവിന്ദ് തകർന്നു പോയി. ട്രക്കിന്റെ ക്യാബിനിൽ അവൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. എല്ലാവരെയും ധിക്കരിച്ച് താൻ സ്നേഹിച്ച് സ്വന്തമാക്കിയവൾ ഇപ്പോൾ തന്നെ അവൾ ധിക്കരിക്കുന്നു. അവന്റെ സമ്പാദ്യത്തെ, അവന്റെ കഷ്ടപ്പാടിനെ. അവൾക്ക് വേണ്ടത് പുതിയൊരു ജീവിതമാണ്. ഈ നീരസങ്ങൾക്കിടെയാണ് അവന് ലീവ് സാങ്ഷൻ ആയത്. 1 മാസം പെട്ടെന്ന് കടന്നുപോയി. അരവിന്ദിന് നാട്ടിലേക്ക് പോകാനുള്ള ദിവസം അടുത്തു. അങ്ങനെ
ആ നീരസം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ദുബായിലെ പൊള്ളുന്ന ചൂടിൽ നിന്നും നാട്ടിലെ തണുപ്പിലേക്ക് അവൻ വിമാനം ഇറങ്ങി. സാധാരണ പ്രവാസികളെ പോലെ സന്തോഷത്തോടെയല്ല, നെഞ്ചിൽ ഭയത്തിന്റെ കനലുമായിട്ടാണ് അവൻ ഓരോ ചുവടും വെച്ചത്. ടാക്സിയിൽ വീട്ടിലേക്കുള്ള യാത്രയിൽ അവൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരു തരം പേടി സ്വപ്നമായി മാറിയ പ്രതീതി. അവന്റെ വീടിന് മുന്നിൽ ടാക്സി നിന്നു. അരവിന്ദ് പുറത്തിറങ്ങി. അവന്റെ കയ്യിലെ ബാഗുകൾ നിലത്തേക്ക് ഊർന്നു വീണു. സ്നേഹവും സ്വപ്നങ്ങളും കൊണ്ട് അവൻ പടുത്തുയർത്താൻ ആഗ്രഹിച്ച ആ പഴയ കൊച്ചു കൂരയുടെ വാതിൽ ഒരു വലിയ താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ചുറ്റും കാട് കയറി ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. എന്താ ഇവിടെ? അരവിന്ദ് സ്വയം ചോദിച്ചു. അവന്റെ നെഞ്ചിലൊരു കൊള്ളിയാൽ മിന്നൽ പോലെ പാഞ്ഞു. അയൽവാസിയ പ്രകാശേട്ടൻ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് സഹതാപവും വിഷമവും കലർന്ന ഒരു ഭാവം. ആഹാ, അരവിന്ദോ, എത്ര വർഷമായിട്ടാ നീ പോയിട്ട്? പ്രകാശേട്ടൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ ഞാനൊരു സർപ്രൈസായി വന്നതാണ് പ്രകാശേട്ടാ. മീര എവിടെ? വീട് പൂട്ടിക്കിടക്കുകയാണല്ലോ. അരവിന്ദ് ശബ്ദമുയർത്താൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. പ്രകാശേട്ടൻ ചുറ്റും നോക്കി. ശബ്ദം താഴ്ത്തി പറഞ്ഞു. മോനെ, ഞങ്ങൾക്കിതൊന്നും പറയാതെ വയ്യ. നീ പോയ ശേഷം കുറച്ചുകാലം അവൾ നല്ല രീതിയിൽ നടന്നു. പിന്നെ അവൾ പതിയെ മാറി. ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പറഞ്ഞു പോയപ്പോൾ അവൾക്ക് വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടായി. നീ അയച്ച കാശുമായിട്ടാണ് തോന്നുന്നു അവൾ ഈ കറങ്ങുന്നത്. ഞങ്ങൾ വിചാരിച്ചു നീ അറിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെയെന്ന്. അരവിന്ദിന്റെ കൈകൾ വിറച്ചു. എന്റെ പണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ എന്തു ചെയ്തു അവൾ? അതേ മോനെ, നീ അയച്ച കാശ് കൊണ്ട് അവൾ ആർഭാടമായി ജീവിക്കുന്നു. അവൾ ഇപ്പോൾ ടൗണിൽ പുതിയൊരു ഫ്ലാറ്റ് എടുത്ത് താമസം മാറിയിട്ട് മാസങ്ങളായി. മോൻ ഇതൊന്നും അറിഞ്ഞില്ലേ ഇതുവരെ? അരവിന്ദിന്റെ ലോകം നിലച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയില്ല. പകരം ഒരുതര ശൂന്യത മാത്രം. ഈ മണ്ണിൽ അവൻ വിയർത്തതും ദുബൈയിൽ അവൻ ഉറക്കമൊഴിച്ചതും എല്ലാം ഒരു പൂട്ടിക്കിടക്കുന്ന വാതിലിനും കാലിയായ ബാങ്ക് അക്കൗണ്ടിനും വേണ്ടിയായിരുന്നു. പ്രകാശേട്ടൻ അവന് മീരയുടെ പുതിയ അഡ്രസ് എഴുതി കൊടുത്തു. പോയി നോക്കു മോനെ. സത്യം എന്താണെന്ന് അറിയുകയാണെങ്കിൽ നിനക്ക് തീരുമാനമെടുക്കാമല്ലോ. ധൈര്യമായിട്ടിരിക്കണം. അരവിന്ദ് ആ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ തകർന്ന സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അവിടെ കണ്ടത്. കയ്യിലെ ബാഗുകളുമായി അവൻ അടുത്ത ലക്ഷ്യത്തിലേക്ക് നടന്നു. ഇനി കാണാനുള്ളത് തന്റെ ജീവിതം തകർത്തെറിഞ്ഞ മീരയുടെ പുതിയ ലോകമാണ്. പ്രകാശേട്ടൻ തന്ന വിലാസവുമായി അരവിന്ദ് ആ നഗരത്തിലെ ആഡംബര ഫ്ലാറ്റ് സമുച്ചയത്തിന് മുന്നിലെത്തി. തലയുയർത്തി നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ ഓരോ നിലയും താൻ മരുഭൂമിയിൽ ഒഴുക്കിയ വിയർപ്പിന്റെ ഫലമാണെന്ന് അവന് തോന്നി. കീറിപ്പറഞ്ഞ ഡ്രൈവർ ജീവിതത്തിൽ നിന്നും അവൻ സ്വരുക്കൂട്ടിയ പണമാണ് ഈ ആഡംബരത്തിന്റെ അടിത്തറ. അവൻ 10ാം നിലയിലെ ഡോറിന് മുന്നിലെത്തി. കൈകൾ വിറച്ചു. നെഞ്ച് പടപടാ മിടിച്ചു. കോളിംഗ് ബെൽ അടിച്ചു. ഡോർ തുറന്നത് മീരയായിരുന്നു. സലൂണിൽ പോയി മുടി ഭംഗിയാക്കി, വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച്, ആഡംബര വാച്ചണിഞ്ഞു, പഴയ നിഷ്കളങ്കതയുടെ ഒരു അംശം പോലും ഇല്ലാത്ത മീര. അവളുടെ മുഖത്ത് സന്തോഷമല്ല, പകരം ഒരുതരം അങ്കലാപ്പും വെറുപ്പുമായിരുന്നു. അരവിന്ദ്, നിങ്ങൾ നിങ്ങൾ എപ്പോഴാ വന്നത്? അവളുടെ സ്വരത്തിൽ ഏട്ടാ എന്ന വിളി പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഞാൻ ഇന്നാണ് എത്തിയത്. ടിക്കറ്റ് നേരത്തെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിന്നെ സർപ്രൈസ് ആക്കാൻ വന്നതാണ്. നീ എന്താ വിളിക്കാത്തത്? നീ എന്താ വീട് പൂട്ടിയിട്ട് പോയത് മീര? എവിടെയാ നീ താമസിക്കുന്നത്? അരവിന്ദ് പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കാതെ വന്നത്? എന്ത് പറ്റി മീര? എന്താണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇതാണോ നീ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടാക്കിയ ജീവിതം? നീ എന്തിനാ എന്നെ ഇവിടെ പോലും കയറ്റാത്തത്? ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ബാങ്ക് അക്കൗണ്ടിൽ ഒരു തരി പോലും ഇല്ല. നീ അതെല്ലാം എന്ത് ചെയ്തു? അരവിന്ദിന്റെ ശബ്ദം താഴ്ന്നു. വേദനയിൽ കുഴഞ്ഞു. മീരയുടെ പിന്നിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മുന്നോട്ട് വന്നു. പുതിയ ഫാഷനിലുള്ള വേഷം, കയ്യിൽ വിലയേറിയ ഫോൺ. നിങ്ങൾ ആരാണ്? ഇവിടെ നിന്ന് പോകണം. അവൾ ഇനി നിങ്ങളുടെ കൂടെ ഇല്ല. അയാൾ തട്ടിക്കയറി. ഞാൻ ഇവളുടെ ഭർത്താവാണ്. ഇവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി എന്റെ രക്തം വിയർപ്പാക്കി മാറ്റിയവനാണ് ഞാൻ. അരവിന്ദ് ആക്രോശിച്ചു. മീര അപ്പോഴും യാതൊരു ഭാവവുമില്ലാതെ നിന്നു. അതെ അരവിന്ദ്, ഈ കാണുന്ന ജീവിതമാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ പഴയ ലേബർ ക്യാമ്പ് ജീവിതം എനിക്ക് വേണ്ട. നിങ്ങൾ അയച്ച കാശ് മുഴുവൻ ഞാൻ എടുത്തു.
അതല്ലേ ഞാൻ അടിച്ചുപൊളിച്ച് തീർത്തു എന്ന് നാട്ടുകാരോട് നിങ്ങൾ പറയുന്നത്? എന്റെ ഈ ബ്യൂട്ടി പാർലർ ബിസിനസ്സിലും ഈ ഫ്ലാറ്റിന്റെ വാടകയിലും ഞങ്ങൾ താമസിക്കുന്ന ഈ ആഡംബര ജീവിതത്തിലുമെല്ലാം ഞാൻ ഇത് ഇൻവെസ്റ്റ് ചെയ്തു. അതെല്ലാം തീർന്നു. ഇനി നിങ്ങൾക്ക് ഒന്നും ബാക്കിയില്ല. മീര പരിഹാസത്തോടെ ഒരു ചിരിയോടെ പറഞ്ഞു. അരവിന്ദ് തകർന്നു പോയി. അവന്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവന്റെ കണ്ണിൽ നിന്നും ആദ്യമായി ഒരു തുള്ളി കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. നിനക്ക് വേണ്ടി അമീര, ആ ദുബായിലെ ചൂടിൽ ഞാൻ വിശപ്പടക്കി ഉറക്കമൊഴിച്ച് വണ്ടി ഓടിച്ചത്. ഒരു നേരത്തെ നല്ല ആഹാരം പോലും കഴിക്കാതെ, ഒരു നല്ല വസ്ത്രം പോലും വാങ്ങാതെ ഇത്രയും കാലം ഞാൻ സ്വരുക്കൂട്ടിയത് നീ നീ എല്ലാം കളഞ്ഞല്ലോ. അതും പോരാഞ്ഞിട്ട് നീ എന്റെ മുഖത്ത് നോക്കി എങ്ങനെ നിനക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നു? അരവിന്ദ് നിസ്സഹായനായി. തോളിൽ തൂക്കിയിരുന്ന ബാഗ് നിലത്തേക്ക് വീണു. എന്റെ വീട്ടുകാരെ ധിക്കരിച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചു. ആ സ്നേഹത്തിനോ എന്റെ കഷ്ടപ്പാടിനോ ഒരു വിലയും നീ തന്നില്ല. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട മീര. പക്ഷേ എന്റെ സമ്പാദ്യം, അതെന്റെ ഭാവിയായിരുന്നു. അതെല്ലാം നശിപ്പിച്ചു നീ എന്തിനാ എന്നെ ചതിച്ചത്? അത് ഞാൻ തീരുമാനിച്ചതാണ്. ഇനി നിങ്ങൾ പോകണം. ഇനി എനിക്ക് നിങ്ങൾ ആരാണ്? ഒന്നുമല്ല. മീരയുടെ കൂടെയുള്ളയാൾ അരവിന്ദിനെ തള്ളി മാറ്റി. അവനെ പുറത്താക്കി ശക്തിയായി വാതിൽ വലിച്ചടച്ചു. അരവിന്ദ് ആ വലിയ കെട്ടിടത്തിന്റെ മുന്നിൽ തകർന്ന ഹൃദയവുമായി നിന്നു. തനിച്ചായി പോയ ഒരു പ്രവാസിയുടെ ആർത്തനാദം ആ നഗരത്തിൽ ഒതുങ്ങിപ്പോയി.